ഹായ് വെൽക്കം ടു എജ്യൂബിറ്റ്സ് ലേണിംഗ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ. കേട്ടറ്റിൻ്റെ കാറ്റഗറി 1, 2 ഈ തുടങ്ങിയ വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ എല്ലാ ദിവസവും സൈക്കോളജിയും അതുപോലെ തന്നെ മറ്റുള്ള ടോപ്പിക്സുകളൊക്കെ തരാറുണ്ട്. ഇന്ന് നമ്മൾ കാറ്റഗറി 2, 3 അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ 1കാർക്ക് സോഷ്യൽ സയൻസ് എന്നുള്ളൊരു ഭാഗം വരുന്നില്ല. പക്ഷേ കാറ്റഗറി 2, 3 ഇതിൽ സോഷ്യൽ സയൻസ് എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അവരുമായി ബന്ധപ്പെട്ട കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, കാരണം ചോദ്യങ്ങൾ PYQ ചെയ്യുന്നതിനപ്പുറം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള അനാലിസിസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങളുടെ നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോസാണ് ഇന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട്, അതുപോലെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് തുടങ്ങിയൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. പിന്നെ നമ്മൾ നിലവിലൊരു ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ അവസാനത്തെ 10 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ലൈവ് സെഷൻസ് കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ അടുത്ത സെഷൻസ് രാത്രിയാണ് സെഷൻസ് ഉണ്ടാവുക. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൻ്റെ ലിങ്ക് ലഭിക്കും. നിങ്ങൾ രജിസ്റ്റർ ചെയ്തവർക്കാണ് നമ്മളത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ രജിസ്റ്റർ ചെയ്യുക. ഓരോ ദിവസവും രാത്രി നമ്മൾക്ക് അവസാന നിമിഷം വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന, നമുക്ക് ആ ഒരു സമയമാണെങ്കിലും അതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, സോഷ്യൽ സയൻസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ കാറ്റഗറി 3കാർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷെ ഞാൻ എക്സ്പ്ലനേഷനും ഇതൊക്കെ മലയാളത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ്? The center can assume the administration of a state under which of the following provisions of Indian Constitution. അപ്പോൾ നമ്മുടെ സെൻറ്റർ അല്ലേ, കേന്ദ്ര സർക്കാരിന് ഏത് പ്രൊവിഷൻസ്, നമ്മുടെ ഭരണഘടനയുടെ ഏത് പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പറ്റുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് ഇവിടെയുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്. അത് കാറ്റഗറി 2കാർക്ക് വരുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് കാറ്റഗറി 3 വരുന്നുണ്ട്. അപ്പോൾ കാറ്റഗറി 3 സോഷ്യൽ സയൻസുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ്, അതിൻ്റെ ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, ഗവൺമെൻറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ കാറ്റഗറി 2കാർക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഏത് പ്രൊവിഷൻസ് ഉപയോഗിച്ചാണ് ഒരു സെൻട്രൽ സ്റ്റേറ്റിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ പറ്റുക? നമുക്കറിയാം ഇപ്പോൾ നിലവിൽ പല സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ. ജമ്മു കാശ്മീർ നമുക്കറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ്, അവിടെ ഗവർണേഴ്സ് റൂൾ അല്ലെങ്കിൽ പ്രസിഡന്റ് റൂള്, രാഷ്ട്രപതിയുടെ ഭരണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ അധികാരം പാർലമെൻറ്റ് നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി. മാത്രമല്ല അപ്പോൾ പാർലമെൻറ്റ് പിന്നീട് അവിടുത്തെ നിയമങ്ങൾ നടപ്പാക്കുകയും ആ സ്റ്റേറ്റിനെ എന്ത് ചെയ്തു, യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉദാഹരണം പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പവർ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 352, ആർട്ടിക്കിൾ 360, ആർട്ടിക്കിൾ 357. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ആർട്ടിക്കിൾ 356 ഏതാണ്? ആർട്ടിക്കിൾ 356. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനയിൽ എമർജൻസി എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. എമർജൻസി, അടിയന്തരാവസ്ഥ എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ എത്ര തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? നിങ്ങൾ സോഷ്യൽ സയൻസ് സ്റ്റുഡൻസൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ അടിയന്തരാവസ്ഥയുടെ സമയത്ത് കുറച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ പഠിക്കാനുണ്ട് അതിലെ എമർജൻസിയുമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ 356. ഇനി നമ്മളല്ലേ എമർജൻസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 356 ആണല്ലോ. എന്താണ് ആർട്ടിക്കിൾ 356? ഇവിടെ കണ്ടോ, ഞാൻ ഇതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 തരത്തിലുള്ള എമർജൻസി ഉണ്ട്. എമർജൻസി എത്ര തരത്തിലുണ്ട്? 3 ടൈപ്സ്. ഇനി ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഫസ്റ്റ് എമർജൻസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ്. എന്താണ് ആർട്ടിക്കിൾ 350 എന്ന പ്രകാരം? നമ്മുടെ ഒരു യുദ്ധമോ ഒരു എക്സ്റ്റേണൽ അഗ്രഷനൊക്കെ ഉണ്ടാവുന്ന സമയം, അല്ലെങ്കിൽ ആർമഡ് റിബല്യൻ, എന്തൊക്കെയാണ്? എക്സ്റ്റേണൽ അഗ്രഷൻ,
ആർമഡ് റിബല്യൻ, വാർ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നതാണ് ഈ തരത്തിലുള്ള അടിയന്തരാവസ്ഥ. ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഈ എക്സ്റ്റേണൽ അഗ്രഷൻ എന്നൊക്കെ പറഞ്ഞില്ലെന്നോ, നമുക്ക് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇപ്പോഴും അല്ലേ രാഷ്ട്രീയപരമായിട്ട് അതൊരു വലിയ വിവാദമായി നിൽക്കുന്നതാണ്. 1975 കാലഘട്ടങ്ങളിൽ വളരെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഇന്ദിരാഗാന്ധി അല്ലേ നമ്മുടെ രാജ്യത്ത് ഒരു അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം, അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ വന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പിന്നീട് നമ്മൾ ആഡ് ചെയ്താണ് നമ്മുടെ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഒന്നെങ്കിൽ വാറുമായിരിക്കണം അല്ലേ, മറ്റു രാജ്യവുമായിട്ടൊരു യുദ്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ആർമഡ് റിബല്യൻ സായുധ കലാപം, വിപ്ലവം, വിമത കലാപങ്ങൾ ഉണ്ടായിരിക്കണം. ഈ 3 വേർഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വാക്കുകൾക്ക് പിന്നിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പൊ ആർട്ടിക്കിൾ 352 പറഞ്ഞു. രണ്ടാമത്തത് കണ്ടോ, സ്റ്റേറ്റ് എമർജൻസി. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എമർജൻസി ഉണ്ടാകുന്ന സമയം നോക്കൂ, പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയും, പ്രസിഡന്റിന്റെ ഭരണം. ഇവിടെ നോക്കൂ, ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി, ആ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അവിടെ ആ ഭരണം നടത്താൻ പരാജയപ്പെടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ്സ് റൂള് പ്രഖ്യാപിക്കുന്നത്. മണിപ്പൂരിലൊക്കെ നമുക്കറിയാം ഒരുപാട് റിബല്യൻ ഉണ്ടായ സമയത്ത് പലപ്പോഴും അവിടുത്തെ ഭരണത്തിലൊക്കെ കേന്ദ്ര സർക്കാരിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ടു കംപ്ലൈ വിത്ത് ഡയറക്ഷൻസ് ഓഫ് ദ സെന്റർ, ഇതാണ് ആർട്ടിക്കിൾ 356 നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എമർജൻസിയുടെ ഭാഗമായിട്ടാണ്. ഫസ്റ്റ് ടൈപ്പ് പറഞ്ഞു, സെക്കൻഡ് ടൈപ്പ് പറഞ്ഞു. ഇനി വേറൊന്ന്, ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഒരു എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി അല്ലേ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ത്രെറ്റ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ക്രെഡിറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പ്രസിഡന്റിന് പ്രഖ്യാപിക്കാം. പക്ഷേ ഇതുവരെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെയുള്ള ഒരു എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ആർട്ടിക്കിൾ 360 അല്ലേ. നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ വന്ന എല്ലാ ഓപ്ഷൻസും കണ്ടോ, 360 നമ്മൾ കണ്ടു, 352, 356 തുടങ്ങിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡ്യൂറിങ് ദ എമർജൻസി ദ സെൻട്രൽ ഗവൺമെന്റ് ബിക്കം ഓൾ പവർഫുൾ. നമുക്കറിയാം എമർജൻസിയുടെ സമയത്ത് എല്ലാ പവറും സെൻട്രലിനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു ചോദ്യം കൂടി ചെയ്യാം. അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 352 പ്രകാരം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒരുപാട് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങിയ അല്ലേ, അതിൽ നിന്ന് പല കാര്യങ്ങളും അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് ലഭിക്കില്ല. ഉദാഹരണം നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏത് മുതലാടാ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ എത്ര മുതലാണ്? ആർട്ടിക്കിൾ അല്ലേ 12 അല്ലേ, 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. ഇവിടെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പ്രധാനപ്പെട്ടതാണ് 14 മുതൽ എന്താണ് സമത്വത്തിനുള്ളത്, 14, 15, 16, 18 അല്ലേ തുടങ്ങിയതൊക്കെ എന്താണ് സമത്വം, ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ, റൈറ്റ്സ് ടു ഈക്വാലിറ്റി. ഇവിടെ മറ്റൊന്നായിരുന്നു ആർട്ടിക്കിൾ 19 എന്തായിരുന്നു, റൈറ്റ്സ് ഫോർ ഫ്രീഡവുമായി ബന്ധപ്പെട്ട ഇത് പ്രകാരം നമുക്കൊരുപാട് ഫ്രീഡംസ് ഉണ്ടായിരുന്നു. ഈ ഫ്രീഡംസ് റദ്ദ് ചെയ്യാനുള്ള അവകാശങ്ങൾ, നമുക്ക് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കാൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ഫ്രീഡംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ഫ്രീഡം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള ഫ്രീഡം. അപ്പോൾ ഇത് ആർട്ടിക്കിൾ 19 ആണ്. ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോൾ അതൊക്കെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 19 റദ്ദ് ചെയ്യപ്പെടുന്നത് ഏത് അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പ്രകാരമാണ്. ആർട്ടിക്കിൾ 356 ആണോ? ഇപ്പൊ പഠിച്ചില്ലേ? അല്ല. അടുത്ത 352 ആണോ? അല്ല. 360 ആണോ? അല്ല. പിന്നെ ഏതാണ്? 358. നിങ്ങൾ കണ്ടില്ലേ ഈ എത്ര ആർട്ടിക്കിൾസുകൾ, അതിൻ്റെ പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ അതിൻ്റെ കൂടെ
ഇവിടെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പ്രധാനപ്പെട്ടതാണ് ജീവിക്കാനുള്ള അവകാശം, ആർട്ടിക്കിൾ 21. അതുപോലെ തന്നെ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഭരണഘടനയിൽ ഒരുപാട് നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ഇതിനെതിരെ നമുക്ക് കുറച്ച് മെഷേഴ്സ് റിട്ടുകൾ ഫയൽ ചെയ്യാം അല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി പരിഹാര മാർഗങ്ങൾക്കുള്ളതാണ് ആർട്ടിക്കിൾ 332. അതുപോലെ തന്നെ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്ടുമായി ബന്ധപ്പെട്ട റിട്സ് ഹേബിയസ്. ഈ റിട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് അതിൻ്റെ പോയിന്റുകളാണ്. റിട്ടുകൾ എത്ര റിട്ടുകളാണതാ? ഹേബിയസ് കോർപ്പസ്. എന്തായിരുന്നു ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിയമപരമല്ലാതെ ഒരാളെ അനധികൃതമായിട്ട് തടവിൽ വെച്ചാൽ അവനെ ഹാജരാക്കാൻ കോടതികൾ പ്രഖ്യാപിക്കുന്നതാണ് എന്ത്, ഹേബിയസ് കോർപ്പസ് അല്ലേ. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്. പിന്നെന്താടാ മാൻഡമസ് എന്ന് പറഞ്ഞാൽ മാൻഡമസ് കമാൻഡ് ചെയ്യുക. എന്തിനാ കമാൻഡ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു കോടതി കോടതിയോടോ ഒക്കെ കമാൻഡ് ചെയ്യണം, ഈ കാര്യം ചെയ്യണം എന്ന് പറയുന്നതാണ് എന്ത്, മാൻഡമസ് അല്ലേ. സെർഷ്യറാറി ടു സർട്ടിഫൈ ഹിയർ. സെർഷ്യറാറി എന്ന് പറഞ്ഞാൽ എന്താണ്, കോടതിയോട് ഒരു സാധനം ഹാജരാക്കാൻ വേണ്ടി പറയുന്നതാണ് സെർഷ്യറാറി. പിന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട റിട്സുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ. പ്രോഹിബിറ്റ് ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്യരുത് അല്ലേ, അങ്ങനെയുള്ള റിട്സുകളുണ്ട്. അതായത് ഇപ്പോൾ മറ്റുള്ളവരുടെ ഒരു അധികാര പരിധി ഉണ്ടെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അതോറിറ്റി അവരുടെ അധികാര പരിധിക്ക് അപ്പുറം ചെയ്യുമ്പോൾ അവിടെയും സുപ്രീം കോടതി റിട്ട് പ്രകടിപ്പിക്കും. ഈ സുപ്രീം കോടതിയുടെ റിട്ടുകൾ വരുന്ന ഇവിടെയാണ്. അതുപോലെ തന്നെ റിട്ടുകൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 226. ഇവിടെ നമ്മുടെ ജുഡീഷ്യറി സുപ്രീം കോടതി പോലെ തന്നെയാണെന്ത്, ഓരോ സ്റ്റേറ്റിലും കോടതിയിലുള്ള കേരളത്തിലെ അല്ലേ നമുക്കറിയാം എറണാകുളത്ത് നമുക്ക് എന്തുണ്ട്, പ്രധാനപ്പെട്ട കോടതികൾ. അപ്പോൾ ഈ സ്റ്റേറ്റിലുള്ള കോടതികൾക്ക് എന്ത് ചെയ്യാവുന്ന അല്ലേ, ഹൈക്കോർട്ടുകൾ എന്നാണ് നമ്മൾ പറയുക, ഹൈക്കോർട്ട്. അപ്പോൾ ഹൈക്കോർട്ടിന് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം ആർട്ടിക്കിൾ 226 മറ്റത് ആർട്ടിക്കിൾ 32. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് നമ്മൾ എവിടുന്ന് വന്നത്, ഈ ഫ്രീഡത്തിൽ നിന്നാണ് വന്നത്. ഈ ഫ്രീഡം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 19. അത് റദ്ദ് ചെയ്യുന്നതിന് ഏത് അനുച്ഛേദ പ്രകാരമാണ്, ആർട്ടിക്കിൾ 358 പ്രകാരമാണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഞാൻ മറ്റൊരു പോയിന്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട, നമുക്കറിയാം ആർട്ടിക്കിൾ 21 അല്ലേ, എന്തായിരുന്നു പറഞ്ഞത്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം. എന്നാൽ മനസ്സിലാക്കുക, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ ആർട്ടിക്കിൾ 21A എന്നുള്ളത് കേട്ടോ, ആർട്ടിക്കിൾ 21A. ഇതിൻ്റെ പ്രത്യേകത ഇതെന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൽ അല്ലേ, ഏത് വയസ്സ് മുതലാ, 14 വയസ്സ് വരെയുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ, സൗജന്യവും അതുപോലെ നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നിർബന്ധിതമായിട്ടുള്ളതാണ് എന്ത്, ആർട്ടിക്കിൾ 21A. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൂ ഫൗണ്ടഡ് ദ കൊർദോവ യൂണിവേഴ്സിറ്റി? ആരാണ് കൊർദോവ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? റോമൻസ്, പേർഷ്യൻസ്, അറബ്സ്, മംഗോൾ. ആരാണ് ഇത്? അറബികൾ സ്ഥാപിച്ചതായിരുന്നു എന്ത്, കൊർദോവ യൂണിവേഴ്സിറ്റി. ഇങ്ങനെയുള്ള നമ്മളെ മധ്യകാലഘട്ടത്തിലെ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. പിന്നെ നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് നീതി ആയോഗ്? വളരെ ശ്രദ്ധിക്കണേ, സോഷ്യലിൽ വരുന്ന നീതി ആയോഗിനെ കുറിച്ച് ചോദ്യങ്ങൾ വരും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ അല്ലേ, ഇതിൻ്റെ ചെയർപേഴ്സൺ പ്രസിഡന്റ്, ഇന്ത്യൻ്റെ പ്രസിഡന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ, ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രിയാണോ, ഫിനാൻസ് മിനിസ്റ്റർ ആണോ എന്നുള്ളതാണ്. അപ്പോൾ നീതി ആയോഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ ഇന്ത്യയുടെ നീതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്.
അപ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. ഇന്ത്യയുടെ നമുക്കറിയാം പഴയ കാലത്ത് ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. നമുക്ക് ആസൂത്രണ കമ്മീഷൻ അല്ലേ 1950കളിൽ ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് 2015 വരെ ഈ ആസൂത്രണ പ്ലാനിങ് കമ്മീഷൻ ആയിരുന്നു. എന്നാൽ 2015 ജനുവരി 1 വളരെ പോയിന്റാണ്, ഇത് പോയിന്റാണ്. 2015 ജനുവരി 1 മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് അടുത്ത വർഷം 2014 വന്നു, 15 തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടുത്തെ എന്താണ് ഓരോ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇതിലൂടെ ഇതിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റിലൂടെ ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യം. അവിടെ എക്കണോമിക് ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള എല്ലാ ക്ഷേമങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ആ പോയിന്റ് നോക്കുക. പിന്നെ പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗ് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനം പ്രകാരം, അതായത് എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നീതി ആയോഗ് എന്തല്ല, ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. കണ്ടോ, ഭരണഘടന അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഒരു നിയമപരമായ സ്ഥാപനമല്ല. നമുക്ക് ഭരണഘടനാ പരിരക്ഷ ഉണ്ടാവും ഭരണഘടനാ സ്ഥാപനങ്ങളാണെങ്കിൽ. നമുക്ക് അങ്ങനെ ഭരണഘടനയിലൂടെ ഉണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണ് അതുപോലെയുള്ള സ്ഥാപനമല്ല. അതേപോലെ തന്നെ നിയമപരമായിട്ട് നിയമം മൂലം ഒരു സ്ഥാപനം കൊണ്ടുവരിക അങ്ങനെയും വന്നല്ല. പിന്നെയോ ഇവരുടെ എക്സിക്യൂട്ടീവ് മന്ത്രിസഭ തീരുമാനിച്ച പ്രകാരം കൊണ്ടുവന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ആ ഒരു കാര്യം നോക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതിൻ്റെ ഘടന ഇമ്പോർട്ടൻ്റ്. ഈ ഘടനയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതിൻ്റെ അധ്യക്ഷൻ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. പിന്നെ ഓരോ കാലഘട്ടത്തിൽ ഇതിങ്ങനെ മാറുന്നുണ്ട്, ഉപാധ്യക്ഷന്മാർ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ്. ആര്? പ്രധാനമന്ത്രി കേട്ടോ, എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ്. പിന്നെ പ്രഥമ അധ്യക്ഷൻ, ആദ്യത്തെ ചെയർപേഴ്സൺ നിലവിലുള്ളതും ഇതുവരെ ആരാണത്? നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ അത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ വിജ്ഞാപനമായി നിലവിൽ വന്നത് 2015 ഫെബ്രുവരി 16. ഓക്കെ, അത് ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇത് മനസ്സിലാക്കുക, ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൂൾസ് ഈസ് ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എന്തിൽ നിന്ന് വരുന്നതാണ്? നമ്മുടെ സോഷ്യൽ സയൻസിൽ നമ്മൾ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് പഠിക്കുന്ന സമയത്ത് ബാങ്കുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് മോണിറ്ററി പോളിസി. നമുക്കറിയാം മോണിറ്ററി പോളിസി എന്തുമായി ബന്ധപ്പെട്ടതാണ്? റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ്? കുറച്ചും കൂടെ ഡെപ്തിലുള്ള ഒരു ചോദ്യം. ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി. ഈ മോണിറ്ററി പോളിസി അല്ലേ താഴെ പറയുന്നതിൽ ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ആയത് ഏതാണ്? ക്വാളിറ്റേറ്റീവ്. അപ്പം നമ്മൾ ആദ്യം എന്താണ് ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി അറിഞ്ഞിരിക്കണം. എന്താണ് മോണിറ്ററി പോളിസി എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇത് ആരാണ് പുറപ്പെടുവിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഇത് മോറൽ സുവാഷൻ ആണ്. മോറൽ സുവാഷൻ ആണ്. അല്ലെങ്കിൽ മോറൽ സുവാഷൻ എന്ന് പറഞ്ഞാൽ ധാർമ്മികപരമായിട്ടുള്ളൊരു നയം. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാർമ്മിക പ്രേരണ എന്ന് പറയാം. എന്താ പറയുക? ധാർമ്മിക പ്രേരണ എന്നൊക്കെ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, കാഷ് റിസർവ് റേഷ്യോ, ഇതൊക്കെ മോണിറ്ററി പോളിസിയുടെ ഭാഗം തന്നെയാണ്. അത് ക്വാളിറ്റേറ്റീവ് അല്ല. അത് എന്താണ്? അത് പറഞ്ഞുതരാം. അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, മോണിറ്ററി പോളിസി നോക്കുമ്പോൾ ഈ മോണിറ്ററി പോളിസി ആരുടേതാണ്? റിസർവ് ബാങ്കിൻ്റെതാണ്. നമ്മൾ അത് ആദ്യം നോക്കുക. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക് അല്ലേ. അത് എപ്പോഴാണ് സ്ഥാപിതമായത്? 1935 ഏപ്രിൽ 1 സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. എവിടെയാണ്? മുംബൈയിൽ. ഞാൻ പോയിന്റുകളാണ് അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പണനയം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? പണനയം. അതിനാണ് എന്ത് പറയുക? മോണിറ്ററി പോളിസി എന്ന് പറയുക. എന്ത് പറയുക? മോണിറ്ററി പോളിസി. അപ്പോൾ ഇന്ത്യയിൽ ഈ മോണിറ്ററി പോളിസിയുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്.
അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആ ക്വസ്റ്റ്യൻ്റെ ഏരിയകളിൽ നിന്ന് വരുന്ന ചോദിക്കാവുന്ന ചോദ്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, അവസാന നിമിഷം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പണനയം നടപ്പാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി റിസർവ് ബാങ്കാണ്. ഇനി മറ്റൊന്ന്, ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. ഇനി അതുപോലെ തന്നെ കൺട്രോളർ, വായ്പകളുടെ കൺട്രോളർ അതാരാണ്? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ IMF, അന്താരാഷ്ട്ര നാണയ നിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലേ, അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? അത് നമ്മുടെ റിസർവ് ബാങ്കാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം, അതിൻ്റെ അത് സ്ഥിരമായി അത് സൂക്ഷിക്കുക, ചില സമയത്ത് കൂടും കുറയും. അപ്പോൾ അതൊരു കീപ്പ് ചെയ്യുന്നതിൽ റിസർവ് ബാങ്ക് ഭയങ്കരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഇത് ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഇനി നമുക്കറിയാം ഈ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, അവരുടെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഒന്ന് നോട്ട് അടിച്ചിറക്കാം. അതുപോലെ തന്നെ ആപൽ ഘട്ടങ്ങളിൽ സഹായിക്കാൻ, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലടാ, ഫിനാൻഷ്യൽ എമർജൻസി വന്നിട്ടില്ല, അത് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് നയങ്ങളെ പോലെ തന്നെ റിസർവ് ബാങ്ക് ഇങ്ങനെ കീപ്പ് ചെയ്ത് അതൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആപൽ ഘട്ടങ്ങളിൽ ബാങ്കുകളിലൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്കാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ബാങ്ക് ഓഫ് ഗവൺമെൻറ്. അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് ബാങ്കേഴ്സ് ബാങ്ക്. വിദേശ നാണയത്തിൻ്റെ അല്ലേ, ഫോറിൻ കറൻസി അല്ലേ, അത് ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? അത് റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ പണവിതരണത്തിൻ്റെ നിയന്ത്രണം, നമ്മുടെ രാജ്യത്ത് മണി അല്ലേ, പണം വിതരണം ചെയ്യപ്പെടുന്നത്, അത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണം കൂടുതൽ ജനങ്ങളിൽ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൂല്യം കുറഞ്ഞു പോകും. അപ്പോൾ സമയത്ത് അത് തടഞ്ഞു നിർത്തേണ്ടതൊക്കെ റിസർവ് ബാങ്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക അല്ലേ. നമുക്കറിയാലോ, ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പൈസ കൂടുന്ന, ഇൻഫ്ലേഷനൊക്കെ ഉണ്ടാകുന്ന സമയം, ആ സമയത്ത് ഇൻഫ്ലേഷനെ നിയന്ത്രിക്കാൻ ഇവർ ഗവൺമെന്റ് അല്ലെ നമ്മുടെ റിസർവ് ബാങ്ക് അതിൽ ഇടപെടുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ ധാർമ്മിക പ്രേരണ, ഞാൻ ഇത് റെഡ് കളറിൽ കൊടുത്തെന്ന് അറിയാം, ഇതാണ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, അതിൻ്റെ ഒരു ധാർമ്മിക പ്രേരണ. ഇനി നോട്ട് അടിച്ചിറക്കൽ, ഞാൻ ജസ്റ്റ് നോട്ട് അടിച്ചിറക്കൽ മാത്രം പറയാം. നമുക്കറിയാം കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്, അവ വിനിമയം ചെയ്യുന്നത്, നശിപ്പിക്കുന്നത്. നമുക്കറിയാം ചില സമയത്ത് നോട്ട് കറൻസി തിരിച്ചെടുക്കുന്നത് ആരാണ്? 2000 രൂപയുടെ നോട്ടൊക്കെ ഇപ്പോൾ തിരിച്ചെടുത്തില്ലേ, അതൊക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറങ്ങിയ നാണയങ്ങൾ പ്രചാരത്തിലാക്കുന്നു, അതും ആരാണടാ? റിസർവ് ബാങ്കാണ്. പിന്നെ മനസ്സിലാക്കുക, 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അടിച്ചിറക്കുന്നത് റിസർവ് ബാങ്കാണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്ന ആരാടാ? ധനകാര്യ വകുപ്പാണ്. അടിച്ചിറക്കുന്നത് ധനകാര്യ വകുപ്പാണ്. പ്രചാരത്തിലാക്കുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ക്ലിയർ. ഇനി നോട്ടടിക്കുന്ന നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യമോ നാണ്യ ശേഖരണമോ കരുതലായി സൂക്ഷിക്കുമ്പോഴാണ്. ഓക്കെ, വിദേശ നാണ്യ ശേഖരമോ കരുതലായിട്ട് സൂക്ഷിക്കും, ഒരു കരുതൽ ധനമായിട്ട് റിസർവ് ബാങ്ക് സൂക്ഷിച്ചു വെക്കും. അതിൻ്റെ മൂല്യത്തിൽ വരുന്ന സ്വർണമോ അല്ലെങ്കിൽ വിദേശ നാണ്യങ്ങൾ, സ്വർണം തന്നെ ആവണമെന്നില്ല, അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് അവർ നോട്ട് അടിച്ചിറക്കുന്നത്. പിന്നെ നമ്മളിപ്പം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പറയാം. നമുക്ക് ഒരുപാട് പോളിസി ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, റിസർവ് ബാങ്കിനുണ്ട് അല്ലെ, ഒരുപാട് നയങ്ങളുണ്ട്. അതിൻ്റെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, അതുപോലെ ക്വാളിറ്റേറ്റീവ് ടൂൾസ്. നമ്മളോട് ഇപ്പോൾ ചോദിച്ചത് ക്വാളിറ്റേറ്റീവ് ആണ്. 2 ഇൻസ്ട്രുമെൻ്റ് ആണ്, പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസുകളുണ്ട്, അതിൽ ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോക്കണം എടാ, ദാറ്റ് റെഗുലേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മണി ആർ അല്ലേ, അതെന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ ഡയറക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, അത് നിയന്ത്രിക്കുക. നമ്മൾ കുറച്ചും കൂടി മലയാളത്തിൽ പറഞ്ഞാൽ നോക്കാം, ഓക്കെ മലയാളം പറയാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പണത്തിൻ്റെ ഡയറക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈ ക്വാളിറ്റേറ്റീവിലുള്ള അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്. നോക്കാം. ഒന്ന് അതിന് ഉദാഹരണങ്ങളാണ് മാർജിനൽ റിക്വയർമെൻറ്റ്സ്, ക്രെഡിറ്റ് റേഷനിങ്, കോഗ്നിറ്റീവ് ഫാലസി കൺട്രോൾ, ഗൈഡ് ലൈൻസ്, മോറൽ റീസണിങ് ആൻഡ് ഡയറക്റ്റ് ആക്ഷൻ. ഏറിൽ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ള മോറൽ അല്ലേ, സോഷ്യൽ എന്നുള്ള സാധനമല്ലേ, ഈ ധാർമ്മിക പ്രേരണയും അതിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവിലാണ് നമ്മളിപ്പോൾ അധികവും നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ക്യാഷ് റിസർവ് റേഷ്യോ, കരുതൽ അല്ലേ, ശേഖരം. അതുപോലെ തന്നെ പിന്നെ ലിക്വിഡ് റേഷ്യോ,
അവിടെ മനസ്സിലാകുന്നത് ലിക്വിഡ് റേഷ്യോ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ് ആൻഡ് റിസർവ് റിപ്പോ റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതുപോലെ മാർജിനൽ റിസർവ് ഫെസിലിറ്റി, റിസർവ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലേ, അതുപോലെ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ സ്കീം, ബേസ് റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ക്വാണ്ടിറ്റേറ്റീവിലാണ് വരുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയും. നിങ്ങൾ ജസ്റ്റ് നോക്കണമെന്ന് അറിയോ, ക്യാഷ് റിസർവ് റേഷ്യോ അല്ലേ, അതുപോലെ തന്നെ റിപ്പോ റേറ്റ്, ഓക്കെ, റിവേഴ്സ് റിപ്പോ ഉണ്ട് കേട്ടോ, ഇവിടെ റിവേഴ്സ് റിപ്പോ എന്നുള്ള മറ്റൊന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലേ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ നമുക്കറിയാം ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് RBI വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശ നിരക്കാണ്. അതായത് നമ്മളെ നാട്ടിലുള്ള ബാങ്കുകളിൽ ഒരുപാട് ബാങ്കുകളുണ്ട്, അവർക്ക് RBI എന്ത് ചെയ്യും, കടം കൊടുക്കും, വായ്പ നടക്കും. അതാണ് അപ്പോൾ അതിനൊരു ആ ബാങ്ക് ആ കടം കൊടുക്കുന്നതിന് നമുക്കറിയില്ല, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, അതിനെ പറയുന്ന പേരാണ് ബാങ്ക് റേറ്റ്. അപ്പോൾ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലെ ആളുകളുടെ കയ്യിലൊക്കെ ഒരുപാട് ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര ബാങ്ക് എന്ന റിസർവ് ബാങ്ക് എന്ത് ചെയ്യും, ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും. ആ സമയത്ത് വാണിജ്യ ബാങ്കുകൾ നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ എന്ത് ചെയ്യും, റിസർവ് ബാങ്കിൽ നിന്ന് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് കൂടുതൽ എന്ത് ചെയ്യേണ്ട, പണം വായ്പ എടുക്കേണ്ടെന്ന് വിചാരിക്കും. റിസർവ് ബാങ്കിൻ്റെ ബാങ്ക് റേറ്റ് കുറവാണെങ്കിൽ അവർ കൂടുതൽ പൈസ കടമെടുക്കും, അതല്ലെങ്കിൽ ബാങ്ക് റേറ്റ് അവർ കൂട്ടും. റിസർവ് ബാങ്ക് കൂട്ടുന്ന സമയത്ത് ബാങ്കുകൾക്ക് എന്ത് കിട്ടൂല, പണം കൂടുതൽ അവരെടുക്കൂല. ആ സമയത്ത് ബാങ്കുകളുടെ കയ്യിൽ പണം കുറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ തോത് കുറയില്ലടാ. ആ തോത് കുറയുമ്പോൾ നമ്മുടെ ആളുകളുടെ കയ്യിൽ പണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കെന്ത് ഇൻഫ്ലേഷന് പരമാവധി നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ആ റേറ്റിനാണ് ബാങ്ക് റേറ്റ് എന്ന് പറയാം. എന്നാൽ പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ എന്താടാ, ഡിഫ്ലേഷൻ. മറ്റേത് എന്തായിരുന്നു, ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പമാണ് എന്ത്, ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം. മറ്റേത് ഡിഫ്ലേഷൻ. ഈ സമയത്ത് പണം ചുരുക്കം എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പണമില്ല, ആ സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റിസർവ് ബാങ്കുകൾ കൊടുക്കുന്ന ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് അത് കുറയ്ക്കുന്ന സമയത്ത് മറ്റുള്ള ബാങ്കുകൾക്ക്, വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പണം റിസർവ് ബാങ്കിൻ്റെ അടുത്ത് നിന്ന് വായ്പ എടുക്കാം. അങ്ങനെ വായ്പ എടുക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരും, അതിലൂടെ പണച്ചുരുക്കം ഒഴിവാക്കും. ഈ ബാങ്ക് റേറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്ക് നമ്മുടെ മോണിറ്ററി പോളിസി, അതായത് ഈ നിയന്ത്രണം നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ കുറേ ധർമ്മങ്ങൾ പറഞ്ഞല്ലോ. ഇനി അടുത്തത് ക്യാഷ് റിസർവ് റേഷ്യോ. ഇതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ എക്സാമിന് എഴുതാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ CRR എന്ന് പറഞ്ഞില്ല, ഇതെന്താടാ, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? ഇത് ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആട്ടോ നേരത്തെ പറഞ്ഞതും. എല്ലാ വാണിജ്യ ബാങ്കുകൾ, ഇത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. അതിനാണ് കരുതൽ ധനാനുപാതം, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയാം, CRR. അതായത് വാണിജ്യ ബാങ്കുകൾക്ക് ഒരു ഡെപ്പോസിറ്റ് കിട്ടും അല്ലേ, കിട്ടില്ലേ? ആ സമയത്ത് ഇപ്പോൾ ഒരു 1000 കോടി ഒരു ബാങ്കിൻ്റെ കയ്യിലുണ്ട്, ആ എല്ലാ പണവും പെട്ടെന്ന്, ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ പണമല്ലേ, ഈ പണം എല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കയ്യിൽ പണം ഉണ്ടാവുമോ? അടിയന്തര ഘട്ടങ്ങളിൽ ഇത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കുകൾ ഒരു നിശ്ചിത ശതമാനം അത് ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് സൂക്ഷിക്കണം, നമ്മുടെ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നറിയപ്പെടുന്നു. ഇതിനാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്നറിയപ്പെടുന്നത്, കരുതൽ അനുപാതം. ഇനി ബാങ്കുകളുടെ വായ്പ നൽകുന്നതിനുള്ള ശേഷി ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് ബാങ്ക് ഇപ്പോൾ അവർക്ക് 1000 കോടിയുണ്ട്, അപ്പോൾ ഇതിൻ്റെ 1000 കോടിയിൽ ഒരു 20% ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ബാക്കി 80% ബാങ്കിന് ഇടപാട് നടത്താൻ പറ്റും. മനസ്സിലായോ? ഈ ക്യാഷ് റിസർവ് റേഷ്യോ കൂട്ടിയാൽ ബാങ്കുകൾക്ക് ഈ ഇടപാട് നടത്തുന്നത് കുറയ്ക്കാൻ, വായ്പ കൊടുക്കുന്നു അല്ലേ, അതിൽ കുറവ് വരും. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ പണം ബാങ്കിൻ്റെ കയ്യിലുണ്ടാവും. അതുപോലെ കേന്ദ്ര ബാങ്ക് കരുതൽ അനുപാതത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താറുണ്ട്. തന്മൂലം ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന അളവിൽ മാറ്റം വരുന്നു. ഇത് നിക്ഷേപത്തിൽ മാറ്റം വരുത്തുകയും പണത്തിൻ്റെ പ്രധാനത്തെ, അതായത് മണി സപ്ലൈ ഞാൻ ഇംഗ്ലീഷും കൂടി പറഞ്ഞുതരാം, അതിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ?
ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നമ്മൾ ഈ ഓപ്ഷനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊന്നായിരുന്നു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അതായത് ഈ മണി സപ്ലൈ നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്കിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. നമ്മൾ സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ കടപ്പത്രങ്ങൾ എന്ത് ചെയ്യും? ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കും. സർക്കാരുകൾ കടപ്പത്രങ്ങൾ ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമാണ് തുറന്ന കമ്പോള നടപടികൾ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഈ ടേമുകൾ? ഇനി ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങൾ ഇനിയും പറയാനുണ്ട് കേട്ടോ. ഇപ്പോൾ റിപ്പോ റേറ്റ്, റിസർവ് റിപ്പോ എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി വിച്ച് ബ്രാഞ്ചസ് ഓഫ് ജിയോഗ്രഫി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോം. നമ്മൾ സോഷ്യൽ പഠിക്കുന്ന സമയത്ത് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചോദിക്കുന്നത് ലാൻഡ് ഫോമിൻ്റെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട പഠനം അതെന്താണ്? സെഡിമെൻറ്റോളജി, ഹൈഡ്രോളജി, ജിയോമോർഫോളജി, പെഡോളജി. എന്താണ് ജിയോമോർഫോളജി? നമുക്കറിയാം ജിയോമോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ് ഫോം, നാച്ചുറൽ റിസോഴ്സ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ ജിയോമോർഫോളജിയിൽ വരുന്ന എന്താണ്? നമ്മൾ പഠിച്ചില്ലടാ വെതറിങ്. നമ്മളിപ്പോൾ സോഷ്യൽ കാര്യം ശ്രദ്ധിക്കണേ, ഒരു സ്റ്റോണ് അതുപോലെ തന്നെ മണ്ണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് വെതറിങ് സംഭവിക്കുന്നുണ്ട് അല്ലേ? മണ്ണ് ഈ വെതറിങ് എന്ന് പറഞ്ഞാൽ ബ്രോക്ക് ഡൗൺ ആകുക, കല്ലുകളൊക്കെ ബ്രീക്ക് അല്ലേ, ചെറിയ ചെറിയ പൊടികളായിട്ട് അങ്ങനെയല്ലേ? വെതറിങ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കടാ? ഇറോഷൻ, അത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ അല്ലേ പോവാറില്ലേ? അത് പിന്നെ ഈ ഒഴുകി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഡിപ്പോസിഷൻ നടക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിപ്പോസിഷൻ നടന്ന് അവിടെ നിന്ന് വീണ്ടും അത് കല്ലായി മാറി, അതല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടല്ലോ റോക്കായി മാറി, വീണ്ടും അത് വെതറിങ് നടക്കുന്നു, അത് ഇറോഷനിലൂടെ പോകുന്നു, ഒലിച്ചു പോകുന്നു, വീണ്ടും അത് ഡിപ്പോസിഷൻ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നു. നമ്മൾ ഈ റോക്സിൻ്റെ സൈക്കിളൊക്കെ പറയാറില്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് അത് ജിയോമോർഫോളജിയിലാണ്. ഇനി ഇതിൽ മറ്റുള്ള കുറച്ചെണ്ണം നോക്കാം. എന്താണ് ഹൈഡ്രോളജി? വാട്ടർ. ഹൈഡ്രോ എന്ന് പറഞ്ഞ വാട്ടർ അല്ലേ, വെള്ളത്തെക്കുറിച്ചുള്ള പഠനം. പെഡോളജി നമ്മൾ മണ്ണിനെക്കുറിച്ചുള്ള പഠനം. മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് മണ്ണ് അല്ലേ? സോയിൽ ഡേ എന്നാണ്, സോയിൽ ഡേ ഡിസംബർ 5. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഏരിയകൾ പറയുന്നുണ്ട്. ഒരു 10-50 ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അവസാന നിമിഷമാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ സോഷ്യൽ നോക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും. ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. താങ്ക് യു.